മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള ചാലിയാറിലെ തെരച്ചിൽ ഇന്നും തുടരും. NDRF, വനം വകുപ്പ്, പോലീസ്, അഗ്നിരക്ഷാ സേന ഉൾപ്പെടെയുള്ള സേനകളെ കൂടാതെ വിവിധ സന്നദ്ധ പ്രവർത്തകരും ഇന്ന് തെരച്ചിലിനായി ഇറങ്ങും. അരുൺ അമൃതനാഥ് ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്ന് വ്യാപകമായി തെരച്ചിലിൽ നിന്ന് പിന്നോട്ടില്ല. ചാലിയാറിന്റെ തീരത്ത് നിന്ന് അവിടെയൊക്കെ വ്യാപകമായി തെരച്ചിലിലേക്ക് കടക്കുമെന്നുള്ള കാര്യം ഇന്നലെ മന്ത്രി അറിയിച്ചിരുന്നു. അവിടെ എങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് തെരച്ചിൽ നടക്കാൻ പോകുന്നത്? എത്ര മണിക്ക് അത് നിലവിൽ തുടങ്ങിയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് അക്ഷയ. ചാലിയാറിലെ തെരച്ചിൽ നേരത്തെ അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ദിനം പ്രതി ഈ മേഖലയിൽ നിന്നാണ്, നേരത്തെ സൈന്യവും വ്യക്തമാക്കിയതാണ്, ഇനി സൂചിപ്പാറ മുതൽ ഈ ചാലിയാറിൻ്റെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പോത്തുകല്ലിൻ്റെ ഈ മേഖലയിലുള്ള തെരച്ചിലാണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ളത് തന്നെയാണ് സൈന്യം ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്ന കാര്യം. അത്തരത്തിൽ ഇന്നലെ ഉൾപ്പെടെ 2 ശരീരഭാഗങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിരുന്നു. അത്തരത്തിലാണ് ഇന്നിപ്പോൾ തെരച്ചിൽ ആരംഭിക്കാൻ ഉള്ള ഒരുക്കത്തിലാണ്. അത്തരത്തിൽ വിവിധ സേനാ വിഭാഗങ്ങൾ, NDRF, തണ്ടർബോൾട്ട്, വനം വകുപ്പ്, ഫയർഫോഴ്സ്, പിന്നെ സന്നദ്ധ സംഘടനകൾ ചില ഘട്ടത്തിൽ ഈ നമ്മൾ സൂചിപ്പാറയിൽ ഉൾപ്പെടെ കണ്ട സാഹചര്യത്തിലൊക്കെ സന്നദ്ധ സംഘടനകളെ ഒഴിവാക്കിയിരുന്നു തെരച്ചിൽ നിന്ന്. ഇന്ന് സന്നദ്ധ സംഘടനകളെ കൂടി ഉൾപ്പെടുത്തിയുള്ളൊരു തെരച്ചിലാണ്, ജനകീയ തെരച്ചിലാണ് ഇന്ന് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ ജില്ലാ പോലീസ് മേധാവി S ശശിധരൻ ഉൾപ്പെടെ നേതൃത്വം നൽകുകയാണ്. അത്തരത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചാണ് ചാലിയാർ ഈ പരപ്പൻപാറ എന്ന് പറയുന്ന മേഖലയുണ്ട്. ഈ പോത്തുകൾ മുതൽ പരപ്പൻപാറ വരെയുള്ള മേഖലയാണ് ഈ ഒരു മലപ്പുറം പ്രദേശത്തെ തെരച്ചിൽ എന്തായാലും പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ നമ്മളൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ DNA കോഡുകൾ ആയി അവശേഷിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ ഈ വലങ്ങളൊക്കെ കാത്ത് ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനായി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ശരീരഭാഗങ്ങളൊക്കെ കണ്ടെത്തുമ്പോൾ അത് അങ്ങനെയെങ്കിലും ഒരു യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ അത് അവരാണെന്ന് തിരിച്ചറിയാനാകും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ ഒരു തെരച്ചിൽ, ഈ മേഖലയിൽ തെരച്ചിൽ ഒരിക്കലും പിന്നോട്ടില്ല എന്നുള്ള നിലപാട് അധികൃതരും വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ ഓരോ ദിനവും ഇവിടെ തെരച്ചിൽ തുടരുന്നതിനനുസരിച്ച് കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ നമ്മൾ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയാൽ നമുക്ക് എടുത്തു പറയേണ്ട, ഓരോ ദിനവും നമ്മൾ പറഞ്ഞ കാര്യം കൂടിയാണ്, ഈ പ്രദേശവാസികളുടെ, ഈ മേഖലയിലെ ആളുകളുടെ ഒരു പങ്കാളിത്തം എന്ന് പറയുന്നത്. അവരാണ് ഈ പല ഭാഗങ്ങളിൽ നിന്നായി മൃതദേഹം കണ്ടെത്തുന്നതും വനംവകുപ്പിനെ വിവരം അറിയിക്കുന്നതും ഒക്കെ. യാതൊരുവിധ സന്നാഹങ്ങളും ഒന്നും അവരുടെ വക്കലില്ല. ഈ കയ്യിൽ കുത്തുന്ന ഈ ഒരു മുളയും ഈ ഒരു ചങ്ങാടവും മാത്രമേ ഉള്ളൂ. ഈ നാടിനെ അറിയാം, ഈ പുഴയുടെ കുത്തൊഴുക്കും അവർക്ക് നന്നായി വശമുണ്ട് എന്ന മനോധൈര്യത്തിലാണ് അവരിറങ്ങുന്നത്. അവരുടെ ഈ ഒരു സേവനം ഏറ്റവും പ്രശംസനീയമാണ്. രാവും പകലും മറന്നുകൊണ്ട് ഈ ആദ്യ മൃതദേഹം കണ്ടെത്തിയത് മുതൽ ഇന്നുവരെ അവർ തുടർന്ന ഒരു സേവനം കൂടി ഈ സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം തന്നെ ഈ പ്രദേശവാസികളെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. എന്തായാലും ചാലിയാറിലെ തെരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കും. വനത്തിനുള്ളിലേക്കൊക്കെ സംഘം തിരിച്ച് ഈ പ്രവർത്തകർ ഇപ്പോൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ്.